കുറേ ദിവസം കൊണ്ട് ഇവിടുത്തെ ചോറാണ് ഞാൻ തിന്നുന്നത്. നല്ല ചോറുകളൊക്കെ ആണ് ഇത് കൊടുക്കുന്നത്. നീ അറസ്റ്റിലാകുന്ന ദിവസം കഴിക്കാനുള്ള പൊതിച്ചോറ് മുൻകൂട്ടി കരുതി വെച്ചിട്ടുണ്ട്. സ്ത്രീ പീഡന പരാതികൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് പുറത്തായപ്പോൾ ഡിവൈഎഫ്ഐ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ച വാക്കാണിത്. പൊതിച്ചോറിന് പിന്നിൽ അനാശാസ്യമാണെന്ന മാങ്കൂട്ടത്തിലിന്റെ മുൻ പരാമർശമാണ് ഡിവൈഎഫ്ഐയെ ഇങ്ങനെയൊരു മറുപടിക്ക് പ്രേരിപ്പിച്ചത്. ഇന്നും ഡിവൈഎഫ്ഐ പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വാർത്ത അച്ചടിച്ച പത്രം. പൊതിച്ചോറുകൾ പൊതിഞ്ഞു നൽകുന്ന ആയിരക്കണക്കിന് അമ്മമാരെ അധിക്ഷേപിച്ചവർക്ക് മാപ്പില്ലെന്ന് ഡിവൈഎഫ്ഐ. രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പുറത്താക്കിയ വാർത്ത അച്ചടിച്ച പത്രത്തിൽ ഇന്ന് പൊതിച്ചോറുകൾ പൊതിഞ്ഞു. ഒരു പൊതിച്ചോറിനായി സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലും ആശുപത്രികൾക്ക് മുന്നിലും കാത്തിരിക്കുന്നത് 5 or 10 പേരല്ല, ആയിരങ്ങളാണ്. അശരണരായ മനുഷ്യർക്ക് ഒരു നേരത്തെ അന്നം നൽകുക എന്നത് അനാശ്വാസ പ്രവർത്തനമല്ല, അത് ആശ്വാസ പ്രവർത്തനം തന്നെയാണ്. എന്റെ മോനെ വണ്ടി ഇടിച്ചതാണ്. 1.5 വർഷമായി, 1 വർഷവും 4 മാസമായി. ഈ പൊതിച്ചോറുണ്ട് എന്നെ മക്കളെ ഞങ്ങൾ അന്ത്യം കഴിഞ്ഞു പോകണം. അതിൽ വലിയ സന്തോഷമാണ്. സന്തോഷം. ഒരു ദിവസത്തെ ആഹാരമല്ലേ ഇത്? നല്ല കാര്യമല്ലേ ചെയ്യണം. രോഗികൾക്ക് വേണ്ടി കൂട്ടിയിരിക്കുന്നവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം, നല്ല കാര്യമല്ലേ. കൈനീട്ടുന്നവർക്ക് മുന്നിൽ യുവാക്കളുടെ സ്നേഹവും തലോടലുമാണ് ഈ പൊതിച്ചോറുകൾ. വയറരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം ഒരു പൊതിച്ചോർ. അപമാനിച്ചവർക്കും അവഹേളിച്ചവർക്കും കാലത്തിന്റെ കാവ്യനീതിയാണ് ഇപ്പോഴത്തെ മറുപടി.